ഗായ്സ്, വെൽക്കം ടു സില്ലി സ്റ്റഫ് സ്റ്റോറീസ്. ഞാൻ ദേവിക. ഇതിൻ്റെ ഫസ്റ്റ് ട്രാവൽ ബ്ലോഗാണ്. അപ്പം ചെറിയ ചെറിയ തെറ്റൊക്കെ ഉണ്ടാവും. പോകെ പോകെ ഞാൻ കറക്റ്റാക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കൊച്ചിയിലുള്ള ഒരു ക്യൂട്ട് പ്ലേസിലാണ്, വളപ്പ് ബീച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പിന്നെ അതിനു മുമ്പ് ഞാൻ വേറൊരാളെ പരിചയപ്പെടുത്തി തരാം. കാണിച്ചു തരാം. ഇതാണ് സഞ്ജു. എവിടെയായിട്ട് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇവിടുന്ന് കുറച്ച് നടന്നു പോകാനുണ്ട്. പോകുന്ന വഴിയിൽ ഇതുപോലെ ചെറിയ ചെറിയ കടകളൊക്കെ കാണാം. ഇപ്പോൾ ടൈം വന്നിട്ടൊരു 4 o'clock ഒക്കെ ആയി കാണും. അതുകൊണ്ടാണ് അധികം ആരും ഇല്ലാത്തത്. ഇവിടെയാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. ഈ പോകുന്നതാണ് എൻ്റെ ഹസ്ബൻഡ് സഞ്ജയ്. ഇവിടുന്ന് കയറിപ്പോകുമ്പോൾ ഇതുപോലെ ഇരുവശത്തുമായിട്ട് വെള്ളം കയറി കിടപ്പുണ്ട്. ഈ ഒരു സീൻ തന്നെ കാണാൻ കണ്ണിന് കുളിർമയേകുന്നതാണ്. മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇവിടെ ഫുൾ വെള്ളം കയറും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ അകത്തേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി നല്ല പാടായിരിക്കും. ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഇവിടെ ഒരു വലിയൊരു കൊക്കിനെ കണ്ടു. കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെയായിട്ട് ഒരു ബോട്ട് കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വഞ്ചി കിടപ്പുണ്ട്. അവിടെയായിട്ട് ടോയ്ലറ്റ്, ഡ്രസ്സിങ് എന്നൊക്കെ ഉള്ള ഒരു ബോർഡ് ഇരിപ്പുണ്ട്. ഞങ്ങൾ നോക്കിയിട്ട് എവിടെയും കണ്ടില്ല. ചിലപ്പോൾ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തില്ലേ ആ സൈഡിലായിരിക്കും. ഇവിടെ ഒരു വലിയ ബേസ്മെൻറ്റ് ഇരുന്നിട്ട് പോലും ഇവിടെ വരുന്നവർ പ്ലാസ്റ്റിക് ചുമ്മാ വലിച്ച് എറിഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. സൈഡിലൊരു മീൻ വന്ന് കിടപ്പുണ്ട്. നോക്കിയാലോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും വലിയ മീന്. ഡോൾഫിനോ? കാണിച്ചു തരാട്ടോ. ഇവിടെ ഒരു വലിയ മീൻ കരയിലേക്ക് വന്നിട്ടുണ്ട്. ഡോൾഫിനാന്ന് തോന്നുന്നു, എന്ത് മീനാണെന്നറിയില്ല. അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. പിന്നെ ഞങ്ങൾ അടുത്തേക്കൊന്നും പോയില്ല. അത് നല്ല സ്മെല്ലുണ്ടായിരുന്നു, അതുകൊണ്ട് അടുത്തേക്ക് പോയില്ല. ഞങ്ങൾ ബീച്ചിലൂടെ അങ്ങോട്ട് നടന്ന് നോക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ. അതൊരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും ആക്റ്റീവാവും. കുറച്ചുകൂടി ആൾക്കാർ വരും. ഇപ്പോൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ആ ഡോൾഫിൻ ഇവിടെ എത്തി. പിന്നെ കുറച്ച് നേരം ഞങ്ങളിവിടെ എൻജോയ് ചെയ്തു. കടൽക്കാറ്റ്, ശാന്തമായ അറ്റ്മോസ്ഫിയർ എല്ലാം കൂടി മൈൻഡ് വളരെ റിലാക്സായി. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കാര്യം എന്താണെന്നറിയാമോ? സൺസെറ്റും സൺറൈസും കാണാൻ പറ്റിയ വളരെ നല്ല സ്പോട്ടാണ് ഈ ബീച്ച്. സൂര്യൻ കടലിൽ സ്ലോലി മറയുന്ന സീൻ കാണാൻ ഇതൊരു പെർഫെക്റ്റ് പ്ലേസാണ്. അതിനാൽ ബീച്ച് വൈബ് എൻജോയ് ചെയ്യാൻ വരുന്നവർക്ക് ഈ സ്ഥലം ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. കഷ്ട അവിടെ നിറച്ച് പൈൻ മരങ്ങളുണ്ട്.
പ്രത്യേകിച്ച് സൺസെറ്റൊക്കെ ആകുമ്പോൾ നല്ലൊരു ലൈറ്റും കൂടെ വരും, നല്ല ഭംഗിയാണ് കാണാൻ. ഇതാ അവിടെയായിട്ട് കുറേ പിള്ളേർ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. ഈ ഒരു ഗോൾഡൻ അവർ കാണാനായിരുന്നു വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ ഷൂട്ട് ചെയ്യാനും ഒക്കെ പെർഫെക്റ്റ് ടൈമായിരുന്നു. അങ്ങനെ നല്ലൊരു സൺസെറ്റ് കാണാൻ പറ്റി. കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് സ്പെൻഡ് ചെയ്തിട്ട് വന്നപ്പോഴത്തേനും ഒരു കഫേയുടെ ഫ്രണ്ടിൽ 2 ക്യൂട്ട് മൊയിലുകളെ കണ്ടു. പിന്നെ 2 പ്രാവും. ഈ സൺസെറ്റിൻ്റെയൊക്കെ വൈബിൽ അതിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് പട്ടമൊക്കെ പറത്തി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത്. അവിടെ കുറേ കുട്ടികളിങ്ങനെ പട്ടം പറത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 ചായയൊക്കെ കുടിച്ചു അവിടുന്ന്. സത്യം പറയാലോ, ആ ചായ ഒട്ടും കൊള്ളൂലായിരുന്നു. ബൂസ്റ്റിൽ പഞ്ചസാര കലക്കിത്തത് പോലെ ഉണ്ടായിരുന്നു. പിന്നെ അത് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇവിടെയായിട്ടാണ് കാർ പാർക്കിങ്ങും ബൈക്ക് പാർക്കിങ്ങും ഒക്കെ വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. സമയം വൈകിയത് കൊണ്ടാണ് ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് പോകാത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.